ഹലോ ഗായ്സ്, വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷിംഗ്. ഗായ്സ്, ഇന്നലെ നിങ്ങൾ ഷോർട്സ് കണ്ടല്ലോ. ഇന്നലെ നമ്മുടെ ഇന്ന് 5-6 വരാലാണോ അതോ ഒരു വരാലിന് 5-6 പ്രാവശ്യം മിസ്സായതൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ കുറേ വരാലുണ്ട് ഗായ്സ്. അപ്പോൾ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ ഫ്രോഗിൻ്റെയൊക്കെ സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് ഒരു ഫ്രോഗും കിട്ടിയില്ല ഗായ്സ്. നിങ്ങൾ പറഞ്ഞ ഫ്രോഗും കിട്ടിയില്ല, ഞാൻ ഉദ്ദേശിച്ച ഫ്രോഗും കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രോഗ് വെച്ചിട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പിടിച്ചിരിക്കും. ഇനി സംസാരമൊന്നുമില്ല, നമ്മൾ വരാൽ പിടിക്കാം. കണ്ടോ, നമ്മുടെ ഫ്രോഗ് ഉണ്ട്. ഇത് കുറേ നാളായല്ലോ മേടിച്ചിട്ട്. അപ്പോൾ ഈ ഫ്രോഗിന് ഞാൻ ഇവിടെയൊക്കെ സാൻഡ് പേപ്പർ വെച്ച് വരച്ച് ഇപ്പം അത്യാവശ്യം ഹുക്കപ്പ് ആവേണ്ട രീതിയിലായിട്ടുണ്ട്. കുറച്ച് എന്നാലും കുറവാണ്. എന്നാലും നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി കിട്ടാത്തത് എനിക്ക് അറിഞ്ഞൂടാ. അതെന്താ സംഭവം? ഇതങ്ങോട്ട് ആവണില്ല. എന്നിട്ട് സംഭവിച്ചു. ഇവിടെ ആയല്ലേ. എന്തോന്നത്? അത് തവള തന്നെയാണോ? എവിടെ? ഇന്നലെ മീൻ കുറേ ഉണ്ടായിരുന്നു, ഇന്ന് ഒരുത്തിനെയും കാണാനില്ല. നമ്മൾ സ്പോട്ട് മാറി മാറി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ഒരു സ്പോട്ടിൽ ഒരു 2-3 മറിയല്ല കേട്ടോ കാസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു 20 മിനിറ്റ് ഒരു സ്പോട്ടിൽ ഇപ്പോൾ കാസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് 2-3 ഫ്രോഗ് മാറി മാറി ട്രൈ ചെയ്തു. അപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ കുറച്ച് നീങ്ങിയിട്ട് ഞാൻ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് നോക്കാം. കണി കാണാൻ പോലും ഇപ്പോൾ ഒരു വരാലിനെ കാണാനില്ല. ഇന്നലെ എന്തൊക്കെയായിരുന്നു, മത്സരിച്ചിട്ട് വരാൽ സ്ട്രൈക്ക് ചെയ്യായിരുന്നു. പക്ഷേ എന്തൊരവസ്ഥയാണ് എൻ്റെ പടച്ചോനെ. മീനുകൾ പോണ നോക്ക്. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ, വരിവരിയായിട്ട് പോകുന്നുണ്ട്. മൊത്തം കരിമീൻ്റെ കുട്ടിയാട്ടോ. പക്ഷേ തവളയായിരുന്ന, ഞാൻ വിചാരിച്ച മീനാണെന്ന്. നമ്മൾ ഫ്രോഗ് മാറ്റിയിട്ടിട്ടുണ്ട്. നമ്മൾ 2-3 ഫ്രോഗ് മാറ്റി ഇതന്നെ പണി. ഗൈസ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടിയാണ് നമ്മൾക്ക് വീഡിയോ എടുത്ത് തരുന്നത്. മീനിട്ടുന്ന ആവോ, അതൊക്കെ മീനിന്റെ ഭാഗ്യം അനുസരിച്ചിരിക്കും. മീനിന്റെ ഭാഗ്യം. മീനല്ലേ ചേച്ചി വന്ന് കടിക്കണം, അപ്പൊ മീനിന്റെ ഭാഗ്യല്ലേ. ഇന്നപ്പോ മീനിന് ഭാഗ്യമില്ല തോന്നണല്ലേ. ഒരു സബ്സ്ക്രൈബർ കൂട്ടി വരുന്നുണ്ട് കേട്ടോ. ഹായ്, അതെന്ത് ചോദ്യം? നിനക്ക് അറിയില്ലേ നമുക്ക് മീൻ കിട്ടുന്നുള്ളത്? ഇല്ലേ, നമുക്ക് മീൻ കിട്ടിയില്ല. എത്രണ്ണം കിട്ടി? 3 കണ്ടാ, 3 വരാല് ഞങ്ങളവിടെ കൊണ്ടുപോയിട്ടു ടാങ്കിന്റെ ഉള്ളിൽ. ടാങ്കിൽ കൊണ്ടുപോയിട്ട്. എന്ത് ചിരിക്കണേ? അതെന്താ അങ്ങനെ തെരുത്താക്കിട്ടോ? 3 വരാല് കിട്ടി. ഇങ്ങോട്ട് കയറി നിക്ക്. 3 വരാല് കിട്ടി. ടാങ്കിൽ കൊണ്ടിട്ടിട്ടുണ്ട്. വലുത് 3 നല്ല വലുത്. 1 കിലോന്റെ മേലെ ഉണ്ടാവും അല്ലേ? 3 കിലോടെ മേളുണ്ട്. എന്നാലോ തല തന്നെ പിടിക്കാൻ പറ്റിയില്ലേ? ഞാൻ കുറച്ച് തള്ളുമ്പോ ബാക്കില് ക്യാമറമാനെ ഞാൻ കാണിച്ചു തരട്ടോ. എന്ത് തള്ളണേ അല്ല. പക്ഷെ 3 വരാല് കിട്ടിയല്ലേ? കിട്ടി, സത്യം. വലുത് അത് ടാങ്കിൽ കൊണ്ടിട്ട് നീ കണ്ടില്ലേ? നിന്റെ വീട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഞങ്ങളെ ഒരുമിച്ച പിടിച്ചേ, ഞാനും നിന്റെ ചേട്ടനും കൂടി ഒരുമിച്ച പിടിച്ചേ. ചെറുതായിട്ടൊക്കെ മയത്തില് തള്ളണോ? തള്ളുമ്പോ നമ്മുടെ വീഡിയോ ഒക്കെ കാണാറില്ലേ? മീൻ എല്ലാത്തിലും കിട്ടാറില്ലേ? എല്ലാത്തിലും എല്ലാത്തിലും കിട്ടും. എല്ലാ വീഡിയോയിലും മീൻ ഉണ്ടാവും. ആമക്കുളം അവിടെയൊക്കെ മീൻ കാണാറില്ലേ? അതെന്റെ വീട്ടിന്റെ അവിടെയാ. ഗൈസ്, ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടി. നമ്മൾ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് ഈ കുട്ടികളൊക്കെയാണ് അല്ലേ? എന്റെ പേര് പറയും. എന്റെ പേര് തരൺ. തരൺ
നിന്റെ വീട്ടിലെന്താ വിളിക്കുക? തതു. ആ അതാണ്, എനിക്ക് ആ പേരേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് ഇനി 2 വരാലും കൂടി പിടിച്ച 5 വരാലാകും. പിടിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക, നമ്മള് പിടിക്കും അല്ലേ? ആ ഗൈസ്, നമ്മളൊരു മീനെ പിടിക്കുന്നത് ലൈവായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇപ്പൊ 2 സെക്കൻഡ് കേട്ടോ. 1 2 ചിരിക്കണേ. 1 2 2 സെക്കൻഡ് ഒന്നും ആയിട്ടില്ല നിനക്ക്. എഡിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷെ നീ വരുന്ന ഭാഗം ഞാൻ എഡിറ്റ് ചെയ്യില്ല. അതങ്ങനെ എടുത്തിടും. അങ്ങനെ എടുത്തിടും. റോഡിനോ ഗൈസ്? അപ്പൊ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഈ റോഡിനും റീലിനും എല്ലാത്തിനും എത്രയാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾക്ക് ഇപ്പൊ തന്നെ പറയാം. ഈ റോഡില്ലേ, ഇത് ഡൈവയുടെ 8 ഫീറ്റ് റോഡാണ്. ഇതിന് 2100 രൂപ. ഇത് ഷിമാനോന്റെ റീല്. മനസ്സിലായോ? ഷിമാനോ ഷിമാനോ FX 4000. ഇതിന് 2200 രൂപ. ബ്രൈഡിന്റെ എനിക്ക് അറിഞ്ഞൂടാ എന്താ. പക്ഷേ ഗൈസ്, ഇന്നലെ നമ്മൾക്ക് ചറപറാന്ന് സ്ട്രൈക്ക് ആയിരുന്നു. എന്നിട്ട് എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റില്ല. ഇന്ന് രാവിലെ എണീച്ചിട്ട് വരണമെന്ന് വിചാരിച്ചു. പക്ഷെ രാവിലെ വന്നിട്ട് കാര്യമില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു 8 മണിയൊക്കെ ആവും. അപ്പോൾ പിന്നെ ആ സമയം നമ്മൾക്ക് വരാലിൻ്റെ ഒരു ആക്ടിവിറ്റി ഒക്കെ കഴിയും. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ഇന്നലത്തെ അതേ സമയത്ത് വന്നാൽ മീനിനെ കണി പോലും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കുട്ടിയാണ് നമ്മൾക്ക് ഇത്ര നേരം വീഡിയോ എടുത്തുന്നത്. എന്താ പേര്? കയൽ. ഈ കുട്ടിയുടെ തരൻ. നിങ്ങൾ ചേട്ടനും അനിയനാ? ശരിക്കും? എത്രാം ക്ലാസ്സിൽ പഠിക്കണം? 7 5. വലിയ കുട്ടികളല്ലേ. മീൻ പിടിച്ചാ? നമ്മള് വരുമ്പോ ഈ കുട്ടി ഇവിടെ ചൂണ്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവൻ വരാനും പിടിക്കാൻ വേണ്ടി നേരത്തെ കാലത്ത് എത്തിയല്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. അവന്റെ സ്ഥിരം സ്പോട്ടാണിത്. അവന് ഈ സ്പോട്ട് ഭയങ്കര ഇഷ്ടമല്ലേ. അവൻ ആ മുക്കിലുണ്ട്, അവിടെ പോയിട്ട് ഫുള്ള് മീൻ പിടിക്കരുത്. കഴിഞ്ഞ വർഷം കണ്ട് ആ മുക്ക് കണ്ട, ആ മുക്കിന്ന് കൊറേ ബ്രാലിനെ, ഒരു ബക്കറ്റ് ബ്രാലിനെ പിടിച്ചിട്ടുണ്ട്. എത്ര വലിയ ബക്കറ്റ്? ഇത്ര വലിയ ബക്കറ്റ് ഒരു ബക്കറ്റ്. നമ്മൾക്ക് ഫിഷിങ് ഇവിടെ അവസാനിപ്പിച്ചു. നമ്മളിപ്പോ കൊറേ നേരമില്ല ഇവിടെ വന്നിട്ട്. ഇത്ര നേരം ട്രൈ ചെയ്യുന്നില്ല ഞാന്. കണ്ടോ, എല്ലാരും വിചാരിക്കുന്നത് ഞാൻ ഒരു 5-10 മിനിറ്റ് മാത്രം ഫിഷിങ് ചെയ്തിട്ട് മിണ്ടാണ്ട് പോകുന്നു. അങ്ങനെയാണോ? കണ്ടോ, കൊറേ നേരം ഞാൻ മിണ്ടാണ്ടിരുന്ന് ഫിഷിങ് ചെയ്യുന്നില്ലേ. കണ്ടോ ഗൈസ്, ഞാൻ അത്ര ആത്മാർത്ഥതയോടെയാണ് ഞാൻ ഫിഷിങ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് മീന് കാണുന്ന പോലും ഇല്ല, എവിടെ പോയോ എന്തോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി പറഞ്ഞത് എന്താ അറിയോ, നമ്മൾ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് വന്നപ്പോൾ മീനടിച്ചു. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ മീൻ കിട്ടിയില്ല അല്ലേ. അപ്പം നാളെ നമ്മൾക്ക് പ്ലാൻ ചെയ്യാണ്ട് അപ്രതീക്ഷിതമായിട്ട് ഒന്നും കൂടി വരാം. അപ്പം ചിലപ്പോൾ ഇനി കിട്ടിയാലോ, നോക്കാം. എന്തായാലും ഞാൻ അത് വിടുമൊന്നുമില്ല. ഞാൻ 2-3 ദിവസം ഇവിടെ തന്നെ ഇരിക്കും. നമ്മൾ ഇവിടുന്ന് ഒരു വരാല് പൊക്കുന്നത് വരെ നമ്മൾ വന്നിരിക്കും. എന്തായാലും ഇതിൻ്റെ Day 2 നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ ബൈ.